മോനെ എല്ലാവരും സൂക്ഷിക്കണം. കല്യാണം മുടങ്ങിയതിന്റെ ഷോക്കിൽ ആരും അലംഭാവം ഒന്നും കാണിക്കരുത്. മോനെ, അമ്മ പറഞ്ഞ ശരിയാ. ശത്രുക്കൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയ സമയം ഇത്. പ്രത്യേകിച്ച് ദിലീപിന്റെ അച്ഛനെ ശ്വാസം മുട്ടിച്ചു കൊന്നത് ഗംഗയാണെങ്കിൽ അവന്റെ ശ്രദ്ധ ഇനി കാർത്തികയുടെ വീട്ടിലേക്കായിരിക്കും. കാർത്തികയ്ക്കോ അമ്മയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അവൻ പ്രതികാരമായിട്ട് അവിടെ നിൽക്കില്ല. അവരെ രണ്ടുപേരെയുമാണ് അവൻ ടാർഗറ്റ് ചെയ്യുന്നത്. അതൊരു സ്വാഭാവിക മരണമായിരിക്കണമെന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥന. നമ്മളൊക്കെ സംശയിക്കുന്ന പോലെ ഗംഗയാണത് ചെയ്തെങ്കിൽ ദിലീപിന്റെ അമ്മയ്ക്ക് അത് സഹിക്കാനേ പറ്റില്ല. അറിയാലോ, അല്ലെങ്കിൽ തന്നെ അവർ ഈ കല്യാണത്തിനെതിരാണ്. കല്യാണം ഇനി നടക്കാതെ വരുമോ മോനെ? അതേപ്പറ്റി ഒന്നും അറിയില്ല അമ്മേ. അവിടെ ഒന്ന് ചെന്ന് വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചാലേ എന്താണ് അവരുടെ നിലപാടെന്ന് അറിയാൻ പറ്റും. പിന്നെ ദിലീപിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അയാൾ ഒരു കാരണവശാലും ഈ വിവാഹം വേണ്ടെന്ന് പറയില്ല. ദിലീപിന്റെ അമ്മയും ബന്ധുക്കളൊക്കെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അയാൾ അത് വേണ്ടെന്ന് വെച്ചാലും മതി മോനെ. വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ദിലീപിനെ തിരുത്താനൊന്നും പറ്റില്ല. അവിടെ കാർത്തികയാണെങ്കിൽ ഇനി കല്യാണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുമ്പും അവൾ ഇത് പറഞ്ഞിട്ടുണ്ട്. കാർത്തിക സാധാരണ നിലയിലേക്ക് വന്ന മോനെ. ആ, അതിന് ഇനിയും സമയമെടുക്കുമേ. അവളോട് വളരെ പ്രയാസപ്പെട്ട ഞാൻ ഈ വിവരം പറഞ്ഞു തന്നെ. ഇപ്പോഴും ഇതൊന്നും അറിയാത്ത ഒരാളുണ്ട് ഇവിടെ. കല്യാണിയുടെ അച്ഛൻ. അദ്ദേഹം ഓഡിറ്റോറിയത്തിലാ. അവിടെ സദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചോണ്ടിരിക്കുക. ഇനി അദ്ദേഹം ഇത് അറിയുമ്പോ അടുത്ത അറ്റാക്ക് ഉണ്ടാവുമെന്നാണ് എന്റെ പേടി. മോനെ, നീ എത്രയും പെട്ടെന്ന് കല്യാണിയും കൂട്ടി ദിലീപിന്റെ അടുത്തൊന്ന് പോയിട്ട് വാ. ശരി അച്ഛാ. അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കല്യാണത്തിന് വരാൻ വേണ്ടി റെഡിയാവുമായിരുന്നു. അമ്മേ, ഞാൻ പോയിട്ട് വരാം. ശരി മോനെ. ശരി അച്ഛാ. ശരി. ഈ ബന്ധം പിരിഞ്ഞു പോവാതിരുന്ന മതിയായിരുന്നു. കാർത്തിക് ഇതിനേക്കാൾ നല്ലൊരു പയ്യനെ കിട്ടില്ല. മോളെ, നിന്നെ കിരൺ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നാലോ മോളെ? ദിലീപിനെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാത്ത എന്താ? ഞാൻ നേരത്തെ വിളിച്ചതാ അമ്മേ. ഈ സമയത്ത് ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ? ചേച്ചിയുടെ ദോഷം കൊണ്ടാ ഇതൊക്കെ സംഭവിച്ചെന്നാ പറയുന്നത്. കിരൺ എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും മോളെ. കാട്ടിനുള്ളിൽ വന്ന് തെറ്റി ചെയ്യുന്നവരൊന്നും തിരിച്ചു പോവാറില്ല. അവിടെ വെച്ച് അവൻ എന്തെങ്കിലും സംഭവിച്ചാ കാട്ടുമൃഗങ്ങളെ പിടിച്ചെന്നേ ഫോറസ്റ്റുകാർ പറയത്തുള്ളായിരുന്നു. അന്ന് അവൻ അങ്ങനെ ഒരു ദുഷ്ടനാണെന്ന് അറിയാതെ പോയി. അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു. ദിലീപിന്റെ അച്ഛൻ അറ്റാക്ക് വന്നല്ലേ മരിച്ചേ? ഒരിക്കലും ആയിരിക്കത്തില്ല. വേലിയോട്ടൻ എടുത്തു വെച്ച് ശുദ്ധമായ തേനില്ല അവൻ ഇന്ന് കോട വിഷം കലർത്തിയത്. അതുപോലെ എന്തോ ഇവിടെയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവൻ കാട്ടിൽ കടന്നു കൂടിയതുപോലെ ദിലീപേട്ടന്റെ വീട്ടിലും ചെന്ന് കാണുന്ന എന്റെ വിശ്വാസം. ചന്ദ്രസേന സാറ് പറഞ്ഞത് ശരിയാ സാറേ. അവിടെ പോയി കാര്യങ്ങൾ തിരക്കിയാലേ എന്താ സംഭവിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് മാത്രമല്ല, മരണവീടാകുമ്പോ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോകേണ്ടതല്ലേ? അതെ, ഹോസ്പിറ്റലിലോട്ട് പോകണം. അതുപോലെ തന്നെ ദിലീപിന്റെ അമ്മയെ ഒന്ന് കാണണം. അമ്മയെ കാണുമ്പോ അവരെന്തെങ്കിലുമൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട്. ഈ അവസ്ഥയില് അവരെന്തൊക്കെ പറഞ്ഞാലും അത് നമുക്ക് കേട്ടു നിൽക്കാനല്ലേ പറ്റൂ. കിരണേട്ടാ, കല്യാണി, നമുക്കിപ്പോ തന്നെ അങ്ങോട്ടൊന്ന് പോകണം, ദിലീപിന്റെ അടുത്തേക്ക്. അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ എത്തണമെന്നാണ് അച്ഛനെ കണ്ടപ്പോ പറഞ്ഞത്. അതെ, ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ കാണണം. ഇപ്പോ എല്ലാവരുടെയും ശ്രദ്ധ മാറിയിരിക്കുകയാണ്. അത് അവന് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തില് അവൻ വരാൻ സാധ്യതയുണ്ട്. ദിലീപേട്ടന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി അവനാണോന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ കിരണേട്ടാ. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ എത്തിയെങ്കിലേ അത് സ്വാഭാവിക മരണമാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റൂ. ഡോക്ടർമാർ അതേപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. എന്നാ പിന്നെ നമുക്ക് പോവാൻ കിരണേട്ടാ. ഞങ്ങള് പോയിട്ട് വരാം. പിന്നെ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം സാറേ. അവനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാ ഞങ്ങള്. ഇനി ഈ കല്യാണം വേണ്ടെന്നാ കാർത്തേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപ്പറ്റി ദിലീപ് അല്ലേ പറയേണ്ടത്? ദിലീപ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തീരുമാനം എടുക്കേണ്ടത് ദിലീപാണ്. ദിലീപിന്റെ സ്വഭാവം വെച്ചിട്ട് ഇത് ഇന്ന് പിന്മാറുമെന്ന് തോന്നുന്നില്ല സാറേ. പിന്മാറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ വിവാഹം നടത്തണം. അതിനായിട്ട് മറ്റൊരു മുഹൂർത്തം കണ്ടെത്തണം. നീ വാ. ഓക്കെ. അവനായിരിക്കും സാറേ ഇത് ചെയ്തത്. രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന ആള് രാവിലെ മരിച്ചു കിടക്കുന്നത് കണ്ടത്. അതുകൊണ്ട് അങ്ങോട്ട് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ എവിടെ നൊഴിഞ്ഞേറാൻ എടുക്കാനാണല്ലോ ഗംഗാപ്രസാദ്. അതുകൊണ്ടാണ് ഒരു സംശയം എല്ലാവർക്കും നിലനിൽക്കുന്നത്. അവര് വരുന്നുണ്ട്. വല്ലാത്തൊരു സംഭവം പോയി കയറണേ. ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇന്നലെ മൊത്തത്തിൽ ആഘോഷമായിരുന്നു. അവിടെ നിന്ന് വന്ന ശേഷം വീട്ടിലും പിന്നെ ഹോട്ടലിലും കേക്ക് മുറിക്കലും പാർട്ടിയൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് 2-2:30 കാണും വീട്ടിൽ വന്നപ്പോ. അപ്പോഴും അച്ഛനും അമ്മയും ഉണർന്നിരിക്കുകയായിരുന്നു. പിന്നെ അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു കിടക്കാൻ പോയത്. അമ്മ ആ മുറിയിലേക്ക് പോയില്ല. രാവിലെ അമ്മ ചായ കൊടുക്കാനായിട്ട് വന്നപ്പോ അനക്കമില്ലാതെ കിടക്കുമായിരുന്നു. അവിടെ വെച്ച് തന്നെ മനസ്സിലായി ഇനി അച്ഛൻ തിരിച്ചു വരില്ല. ഇവിടെ വന്നോടെ കൺഫേം ചെയ്തു. കാർത്തിക് ഓക്കെ ആണല്ലോ അല്ലേ? അതെങ്ങനെ ഓക്കെ ആവാനാ? ഒരേ കരച്ചില്. കാർത്തേച്ചിയുടെ ജാതകദോഷം കൊണ്ടാ ഇതൊക്കെ സംഭവിച്ചെന്നാ പറയുന്നത്. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ദിലീപേ, ഡോക്ടർ എന്താ പറയുന്നത്? ഡോക്ടർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കൊലപാതകമാണെന്ന് സംശയിക്കാൻ മാത്രം വീട്ടിലേക്ക് പരിചയമില്ലാത്ത ആരും വന്നിട്ടില്ല. നമുക്ക് ഇപ്പം ഡോക്ടറെ ഒന്ന് കണ്ടാലും കാണാം. കല്യാണി, നീ ഇവിടെ നിൽക്കേ. ഞങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. വാ. ഇന്നലെ വീട്ടിൽ വരുമ്പോഴും അവിടെ ആഘോഷങ്ങൾ നടക്കുമ്പോഴും ഇങ്ങനൊരു സീൻ ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതാരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇപ്പൊ കാർത്തേച്ചിയുടെ വീടും ഒരു മരണ വീടായിരിക്കും. ആയിരിക്കുമല്ലോ. അതുപോലെയല്ലേ കാർത്തിക് സന്തോഷിച്ചത്. ദിലീപിന് ഇതിനേക്കാൾ നല്ലൊരു പെൺകുട്ടി കിട്ടാനില്ല. അവർ തമ്മിൽ ഒന്നിക്കണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ദിലീപ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തോന്നില്ല. പിന്നെ കല്യാണം തൽക്കാലത്തേക്ക് മുടങ്ങി. അത്രേ ഉള്ളൂ. അറ്റാക്കാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പില്ലോയോ മറ്റോ മുഖത്തമർത്തി ശ്വാസം മുട്ടിച്ചതാണെന്ന് സംശയം. ഒരു കൊലപാതകമാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അച്ഛന് പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടർ. അതുകൊണ്ടാ പറഞ്ഞത് ആരോ മുറിക്കകത്ത് കയറിയിട്ടുണ്ടെന്ന്. പിന്നെ മരണം നടക്കുന്ന സമയത്ത് അടുത്താരും ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛന്റെ മരണം 100% കൊലപാതകമാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ ഡോക്ടർ? 100% ഞാൻ പറയുന്നില്ല.
സാധ്യത വളരെ കൂടുതലാണ്. അടുത്തുള്ള പില്ലോയിൽ പറഞ്ഞിട്ടുള്ള വിരലടയാളങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ കൂടുതൽ വ്യക്തത കിട്ടും. ഇതൊരു സാധാരണ മരണമായി കാണാതെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് വേണ്ടതൊക്കെ ചെയ്യാൻ ഡോക്ടർ. കൊലപാതകം നടക്കാനുള്ള സാധ്യത ഒരുപാടാണ്. കാരണം ദിലീപിന്റെ വിവാഹം മുടക്കാൻ ആഗ്രഹിച്ച പലരും പുറത്തുണ്ട്. അതേപറ്റിയൊക്കെ റോയ് ഡോക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു നാച്ചുറൽ ഡെത്ത് ആയിട്ട് എഴുതി തള്ളണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ സംശയം ശരിയായാൽ കൊലയാളി ഇത് ചെയ്ത് പരിചയമുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് അത്രയും ആളുകൾ ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ കിടന്നുറങ്ങിയ ഒരാളെ ഇരുചെവി അറിയാതെ കൊല്ലാൻ സാധിച്ചത്. ഇനിയിപ്പോ ആരും അറിയാതെ ദിലീപിന്റെ വീട്ടിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ കണ്ടെത്തിക്കോളാം. ശരി ഡോക്ടർ. വാ. എന്താ കിരണേട്ടാ? ഡോക്ടറുടെ സംസാരത്തിൽ ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയുണ്ട്. തലയിണ കൊണ്ട് മുഖം അമർത്തി കൊന്നതാണോന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട്. ദിലീപ് ശ്വാസം മുട്ടി മരിച്ചോണ്ട് അറ്റാക്ക് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ നമ്മളൊക്കെ ചിന്തിക്കും. അച്ഛൻ അറ്റാക്ക് വരാനുള്ള ഒരു സാധ്യതയില്ലാന്ന് എനിക്കും അമ്മയ്ക്കും അറിയാം. നമ്മൾ ഇതിൽ ആഘോഷവുമായി പുറത്തു പോയ സമയത്ത് വീട്ടിലുണ്ടായിരുന്നവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് ആരും അകത്ത് കയറിയിട്ടുണ്ട്. അതിനാണ് സാധ്യത കൂടുതൽ. കാർത്തേച്ചിയുടെ ചുറ്റിനും ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അവിടെ വരുന്നവരെയൊക്കെ പോലീസിനേക്കാളും ജാഗ്രതയോടെയാ അവിടെയുള്ളവരെല്ലാം വാച്ച് ചെയ്തോണ്ടിരുന്നത്. ഒരു തരത്തിലും പരിചയമില്ലാതിരുന്ന ആർക്കും വീട്ടിനകത്തോട്ട് കയറാൻ പറ്റുന്ന അവസ്ഥയല്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഇനി അവന്റെ നോട്ടം ദിലീപേട്ടന്റെ വീട്ടിലേക്ക് ആവാനുള്ള സാധ്യതയുണ്ടെന്ന്. അതാണ് സംഭവിച്ചെന്ന് തോന്നുന്നു. അവനല്ലെങ്കിൽ അവൻ പറഞ്ഞു വിട്ട ആരോ വീടിനകത്ത് കയറിയിട്ടുണ്ട്. പരിചയമില്ലാത്ത ആരും വീട്ടിലേക്ക് വന്നില്ലെന്നാ പറഞ്ഞേ. എന്നെങ്ങനെ പറയാൻ പറ്റും? അത്യാവശ്യം ഭക്ഷണവുമായിട്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്നില്ലേ? ഇനിയിപ്പോ ഭക്ഷണം കൊണ്ടൊക്കെ ഒരാൾ വീട്ടിലേക്ക് വന്നെന്നിരിക്കട്ടെ. നേരത്തെ കൂട്ടി അത് അറിഞ്ഞിട്ട് വന്ന ആളെ വഴിയിൽ തടഞ്ഞു നിർത്തി തല്ലി ബോധം കെടുത്തിയിട്ട് അതുകൊണ്ട് ഗംഗയോ അവന്റെ ആൾക്കാർ ആരെങ്കിലോ ദിലീപിന്റെ വീട്ടിലേക്ക് വന്നെങ്കിലോ അങ്ങനെയൊക്കെ വരാൻ മിടുക്കനാണ് അവൻ. അത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ആഘോഷങ്ങൾ കുറച്ചിട്ട് നമ്മൾ കുറെ കൂടി അലേർട്ട് ആവേണ്ടതായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങള് ദിലീപിന്റെ വീട്ടിലേക്കൊന്ന് പോവാ. അവിടെ ചെന്നിട്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. അമ്മയ്ക്ക് വലിയ ദേഷ്യമായിരിക്കും, അത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല. എന്നാലും ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഭാഗ്യലാണ്. എന്തിനാ കൊച്ചി ഇങ്ങനെ ഒരു ചതി ചെയ്തത്? ഞാൻ ആദ്യമേ പറഞ്ഞതാ ഈ ബന്ധം ശരിയാവില്ലെന്ന്. ഇപ്പൊ ദൈവമായിട്ട് തന്നെ കല്യാണം മുടക്കി. അല്ലെങ്കിൽ കല്യാണ ദിവസം ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ഒരു അസുഖമില്ലാത്ത മനുഷ്യനായിരുന്നു. ചെറിയൊരു നെഞ്ചുവേദന പോലും വന്നിട്ടില്ല. ഈ പ്രായത്തിൽ എല്ലാവർക്കും ഇത്തിരി ഷുഗറും പ്രഷറും ഒക്കെ കാണുന്നതാ. അദ്ദേഹത്തിന് അതുപോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യനാ പെട്ടെന്ന് പോയത്. സഹിക്കാൻ പറ്റാത്തോണ്ട് പറഞ്ഞതാ. ഇനി എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. ദിലീപ് ചില ജാതകദോഷമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ തന്നെ ആ പെൺകൊച്ചിനെ കല്യാണം ആലോചിച്ച ശേഷം ദിലീപ് എങ്ങോട്ടെങ്കിലും പോയാ അവൻ മടങ്ങി വരുമെന്നുള്ള ഭയത്തില ഞാനും അവന്റെ അച്ഛനും ഒക്കെ ഇവിടെ കഴിഞ്ഞത്. അതൊരു ഭയമായിട്ടാ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ ഭയം കാരണമാണോ നെഞ്ചുവേദന ഉണ്ടായതെന്ന് അറിയില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും എന്റെ മോനെ ഒന്ന് രക്ഷിക്കാൻ. ആ കൊച്ചിന് കോടികൾ ആസ്തിയുണ്ട്. എപ്പോ വേണമെങ്കിലും അതിന്റെ കല്യാണം നടക്കും. പക്ഷെ അങ്ങനെ കല്യാണം നടക്കും മുമ്പ് പുറത്തുള്ള ഒരുത്തനെ കൊല്ലുകയോ ജയിലിലടയ്ക്കുകയോ ചെയ്യണം. ഇവിടെ ഇപ്പോ അവനല്ല കല്യാണം മുടക്കിയത്, അത് വിധിയാ. ആ വിധി ഇനിയും പിടിച്ചു വാങ്ങാൻ വയ്യ. അതുകൊണ്ടാ പറയുന്നത്, എന്റെ മോനെ അങ്ങ് വിട്ടേക്കാൻ. അമ്മയുടെ ഇപ്പോഴത്തെ സങ്കടത്തിന് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാർത്തേച്ചി ഒരുപാട് തവണ ദിലീപേട്ടനോട് പിന്മാറാൻ പറഞ്ഞതാ. ദിലീപേട്ടൻ അത് കേൾക്കാതിരുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. കിരണേട്ടൻ പുറത്തുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇനി ഒരു കാരണവശാലും ഈ ബന്ധത്തിന് ചേച്ചി കൂട്ടു